ഹലോ, എല്ലാവർക്കും സൂര്യ ഫുഡ് ട്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് കണ്ടോ, നമ്മൾ ഇന്ന് അമ്മ വന്നിട്ട് 3-ാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ കുറച്ച് ഒരു ഈവനിങ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ 3 കോഴി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അവരെ ഒന്ന് തുറന്നു വിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ, ഞാൻ അമ്മയോട് പറഞ്ഞു, വടിയൊക്കെ പിടിച്ച് നിന്നു അമ്മ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, കോഴി കയറി കൊത്തുവേ, അവന് നീലയും ചുവപ്പും ഒന്നും അവന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ കരുതലോട് കൂടി ഒരു വടിയെടുത്ത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതാ പച്ചമുളകൊക്കെ നിൽക്കുന്ന അമ്മയുടെ ഇഷ്ടപ്പെട്ട കൂട്ടന്മാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ച് പഴുത്ത പച്ചമുളകൊക്കെ പിച്ചാൻ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് അമ്മ കുറച്ച് പഴുത്ത പച്ചമുളകൊക്കെ പിച്ചാൻ പോവുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്തിട്ട് ഒരാൾ നാട്ടിലോട്ട് വരുമ്പം അവർക്ക് ഈ നാട്, വീട്, ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന. എന്താ പറയുക, നമുക്ക് കൂടുതലായിട്ട് ഒരു മകളെന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷിപ്പിക്കാനൊന്നും സാധിച്ചിട്ടില്ല കേട്ടോ. എനിക്കതിൽ വളരെ ദുഃഖമുണ്ട്. കാരണം ഒരു ജോലി എന്നൊരു സ്വപ്നമൊന്നും എനിക്കിതുവരെ നടന്നിട്ടില്ല. മറ്റുള്ളവരുടെ ഒരു തണലിലാണല്ലോ നമ്മളിപ്പോഴും ജീവിക്കുന്നത്. എന്ന് വെച്ച് മറ്റുള്ളവരല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മ, എൻ്റെ കുടുംബം, അതെൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക, നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കണം എന്നുള്ളൊരു നിലപാട് എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം അത് എന്താ പറയുക, അത് അനുഭവിച്ചാലേ അത് പറയാൻ പറ്റൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയ ജീവിതം ഒരു സ്വർഗ്ഗം കേട്ടോ. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മ, എന്തുണ്ടായാലും എനിക്ക് അവർക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അത് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുക കേട്ടോ. ഇത് നമ്മുടെ ലേഡീസ് കനകാംബരമാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടയ്ക്കെടുത്ത് നിൽക്കുകയാണ് കേട്ടോ. വർഷങ്ങളായി, 10-30 വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. അതിൽ കൂടുതലായി. അപ്പം ഭയങ്കര സന്തോഷം. എൻ്റെ അമ്മൂമ്മ നട്ടു വളർത്തുന്നത്. അപ്പോൾ അമ്മ അവിടെ ഒന്ന് തൂത്തുവാരിയിട്ട് ഞങ്ങളുടെ അപ്പുറത്തെ ചേച്ചിയൊക്കെ ആയിട്ടൊന്ന് കുശലമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നാട്ടിൽ വരുമ്പോഴല്ലേ നമ്മുടെ അയൽപ്പക്കങ്ങളുമായിട്ടുള്ള സഹകരണം ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾ അത്രയ്ക്ക് നല്ല അയൽപ്പക്കമാട്ടോ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അന്നേരം പച്ചമുളകും ഉണ്ടമുളകും ഒക്കെ വീട്ടിൻ്റെ അയ്യത്ത് നിൽക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അടുത്ത് ഉണ്ടമുളക് വെച്ചാനായിട്ട് വന്നേ കേട്ടോ. ഉണ്ടമുളക്, പച്ചമുളക്, ഇതൊക്കെ അമ്മ കൂടുതലും എരിവിൻ്റെ ആളാട്ടോ. എനിക്ക് ഒട്ടും എരിവ് പറ്റത്തില്ല. പക്ഷെ അമ്മ എല്ലാം എരിവൊക്കെ നന്നായിട്ട് കൂട്ടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയാണെങ്കിൽ ഉണ്ടമുളകും പച്ചമുളകും ഒക്കെ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ ചേച്ചിട്ട് വിടാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളുടെ അയൽപ്പക്കം ഒരാൾ. ഭയങ്കര സഹകരണമാണ്. നമ്മളൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഓടി വരുന്ന അയൽപ്പക്കം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സമാധാനമാണ്. എൻ്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകാനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അമ്മമ്മ, ഞാൻ, എൻ്റെ കുഞ്ഞ്, എൻ്റെ കുടുംബം, എൻ്റെ ആങ്ങള എല്ലാം അടുത്തടുത്തായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് അമ്മ വീട്ടിലേക്ക് വീടിനകത്ത് കയറി കേട്ടോ. അമ്മ പറഞ്ഞു, ഞാൻ ഇച്ചിരി കട്ടൻ കാപ്പി ഇട്ട് കുടിക്കട്ടെ മക്കളെ, എനിക്ക് വയ്യ, ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ക്ഷീണമുണ്ട് അമ്മയ്ക്ക്. കാരണം അവിടെ ജോലി ചെയ്തിട്ട് നാട്ടിൽ വരുന്നതല്ലേ. ഞാൻ എല്ലാം സഹായിക്കും, എല്ലാം അമ്മയ്ക്ക് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. എങ്കിലും അമ്മയുടേതായ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അമ്മയ്ക്ക് അമ്മയുടേതായ രീതിക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരാഗ്രഹമുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അമ്മ കട്ടൻ കാപ്പിയൊക്കെ വിൽക്കുകയാണ്. കട്ടൻ കാപ്പിയൊക്കെ വെച്ചിട്ടൊന്ന് കിടക്കണം മോളെ എന്ന് പറയുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ശരി അമ്മ കട്ടൻ കാപ്പിയൊക്കെ വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന്. കുറച്ച് നേരം ഉറങ്ങില്ല കേട്ടോ, പകലൊന്നും അങ്ങനെ ഉറക്കമില്ല. തീരെ വയ്യെങ്കിൽ മാത്രം ഒന്ന് ചെറുതായിട്ട് കിടക്കത്തതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പണിക്കാരൊക്കെ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ പണികൾ എന്തൊക്കെയാണെന്ന് നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതാ കട്ടൻ കാപ്പിയൊക്കെ വെക്കുകയാണ്. കട്ടൻ കാപ്പി വെച്ചിട്ട് തേയിലയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് പുള്ളിക്കാരി കട്ടൻ കാപ്പി വെച്ച് കഴിഞ്ഞ് ഇനി ഒന്ന് കിടക്കണമെന്ന് പറയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കഴിഞ്ഞു, എല്ലാം 5 വർഷമായ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ.